നല്ല വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഹെബ്രായരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ ഇന്നൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. സമയമനുസരിച്ച് ആ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. ഹെബ്രായരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 1. വചനം ഇങ്ങനെ പറയുന്നു: ലോങ് അഗോ ഗോഡ് സ്പോക്ക് മെനി ടൈംസ് ആൻഡ് ഇൻ മെനി വേസ് ടു അവർ ആൻസസ്റ്റേഴ്സ് ത്രൂ ദ പ്രോഫറ്റ്സ്. ദൈവം പണ്ടു ഭാഗമായി വിവിധ രീതികളിലൂടെ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് മതി. അപ്പം പിതാവ് പ്രവാചകന്മാരിലൂടെ പലതവണ പല വിധത്തിൽ നമ്മുടെ പിതാക്കന്മാരോട് ഇടപെട്ടു. ഹല്ലേലൂയ. അപ്പം ഈ കർത്താവിൻ്റെ നല്ല വചനം, ദൈവത്തിൻ്റെ നല്ല രക്ഷ, ഹല്ലേലൂയ, ഇതാദ്യമായിട്ടൊന്നും അല്ല ലോകം കേട്ടിട്ടുള്ളത്. നമ്മളവർക്ക് നമ്മുടെ തലമുറയ്ക്കകത്ത് ആദ്യമായിട്ടാണ് കേട്ടെന്ന്. പക്ഷേ ദൈവത്തിനെ, യേശുവിനെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ ലോകം സ്ഥാപിച്ചപ്പം തൊട്ടേ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ വരുമ്പോൾ, ജെനസിസിനകത്ത് വരുമ്പോൾ 3-ാം അധ്യായത്തിനകത്താണ് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ സന്താനം ഇവൻ്റെ സന്താനത്തിനെ തകർത്ത് കളയും അല്ലേ? ആരോടാ അത് പറയുന്നത്? സ്ത്രീയോട് പറയുവാണ്. സ്ത്രീയിൽ നിന്നുള്ള സന്തതി ഒരിക്കൽ പിശാചിൻ്റെ തലയെ തകർക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ട് നമ്മൾ കാണുന്നു യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ബൈബിളിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ വായിച്ച്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. അപ്പം യേശുവിനെ കുറിച്ചുള്ള പ്രവചനം ലോകം സ്ഥാപനം തൊട്ടേ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. എങ്ങനെയാ പറഞ്ഞത്? പൂർണ്ണമായും പറഞ്ഞില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യേശു മിശിഹ എന്നോ സ്ത്രീയിൽ നിന്ന് ഒരു കന്യകയിൽ നിന്ന് ജനിക്കുക അങ്ങനെയൊന്നും ഫുൾ കഥയൊന്നും അവിടെ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ കാണുന്നു പലയിടങ്ങളിൽ ഉൽപ്പത്തി തൊട്ട് അങ്ങോട്ട് പലയിടങ്ങളിൽ അല്പമായിട്ട് ഒക്കെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നതാണ്. പലവരും അല്പ ഭാഗങ്ങളൊക്കെ ആയിട്ട് ദർശനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന. പക്ഷേ കർത്താവിൻ്റെ 2-ാം വാക്യം ഹെബ്രായർ 1:2 പറയുക, പക്ഷേ ഇന്നോ ഈ അവസാന കാലത്തിൽ ദൈവത്തിന് സംസാരിക്കേണ്ടത് മൊത്തം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ സംസാരിച്ചു. ഇനിയും ബാക്കിയൊന്നും വെച്ചിട്ടില്ല. അല്ലേ? അപ്പം ദൈവം ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ അല്പമൊക്കെ സംസാരിച്ചു. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞു. അപ്പം പല പ്രവാചകന്മാരും പല കാലഘട്ടങ്ങളിൽ അല്പമൊക്കെ പറഞ്ഞെങ്കിൽ ഇന്നോ ഹല്ലേലൂയ യേശു കർത്താവിൽ സകല സമ്പൂർണതയുമുണ്ട്. ദൈവത്തിൻ്റെ സകല പൂർണ്ണതയും, ദ ഫുൾനെസ് ഓഫ് ഗാഡ്, ഹല്ലേലൂയ, അത് ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കേണ്ടത് മൊത്തം യേശുവിലൂടെ സംസാരിച്ചു. ഇന്ന് ദൈവം എന്ത് പറയുന്നു എന്നറിയണോ? യേശുവിനെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഇന്ന് ഒരു പ്രവാചകന്മാരെയുമല്ല, എങ്ങുമല്ല. ഇന്ന് യേശുവിനെ അറിയണോ, ദൈവം എന്താ എന്നോട് പറയുന്നതെന്ന് അറിയണോ? ഈ ബൈബിളിനകത്തോട്ട് നോക്കിയാൽ മതി. ഹല്ലേലൂയ. യേശു എന്തു പറയുന്നു എന്ന് നോക്കിയാൽ മതി. യേശു അതിനെ എങ്ങനെ കണ്ടു, യേശു എന്തു എടുത്തു, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരിലൂടെ യേശു എന്ത് സംസാരിച്ചു നോക്കിയാൽ മതി. വചനം പറയുന്നു, വേഴ്സ് നമ്പർ 2, 2-ാം വാക്യം, ആൻഡ് നൗ ഇൻ ദീസ് ഫൈനൽ ഡേയ്സ് He has spoken to us through His Son. God promised everything to the Son as an inheritance, and through the Son He created the universe. 2-ാം വാക്യം, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചും അവൻ മുഖാന്തരം ലോകത്തെയും സൃഷ്ടിച്ചു. ആമേൻ. യേശുവിലൂടെ മാത്രമാണ്
ലോകം സൃഷ്ടിക്കപ്പെട്ടത്. യേശുവിലൂടെ അല്ലാതെ ദൈവം സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് വിടുതൽ നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് യേശുവിലൂടെ സംസാരിച്ചതാണ് പൂർണ്ണതയുള്ളത്. കൊളോസ്യരുടെ ലേഖനം 1-16 കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 16 വാക്യം നോക്കുമ്പം ദൈവവചനം എഴുതിയിരിക്കുന്നു. പൗലോസ് പറയുന്നു, ഫോർ ത്രൂ ഹിം ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഇൻ ദി ഹെവൻലി റെൽംസ് ആൻഡ് ഓൺ എർത്ത്. ഹല്ലേലൂയ. നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ പുറകിലും എഴുതി വെക്കും മെയ്ഡ് ഇൻ ജപ്പാൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരിയും കൂടെ പ്രായമായപ്പം ഒരുപാട് സാധനങ്ങളിൽ എഴുതി വെക്കുന്നത് കണ്ടു, മെയ്ഡ് ഇൻ കൊറിയ. ഹല്ലേലൂയ. അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ജർമ്മനി, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ മലേഷ്യ. ഹല്ലേലൂയ. അപ്പം ഏത് സ്ഥലത്താണോ ആ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നത് ആ സ്ഥലത്തിൻ്റെ പേരെഴുതി വെക്കും, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ജർമ്മനി എന്നൊക്കെ. ഇന്ന് എല്ലാത്തിലും നോക്കിയാൽ എഴുതി വെച്ചിരിക്കുന്ന കാണാം മെയ്ഡ് ഇൻ ചൈന, അല്ലേ? അല്ലേ? അപ്പോൾ എവിടെ ഉണ്ട്? ഇന്ന് നമ്മളെ ഓരോരുത്തരെയും നോക്കിയാൽ, ഇന്ന് ഈ പ്രപഞ്ചത്തിനെ നോക്കിയാൽ, ഹല്ലേലൂയ, അതിലൊരു മുദ്ര, ഒരു കാണാത്ത മുദ്ര എഴുതി വെച്ചിട്ടുണ്ട്, മെയ്ഡ് ബൈ ഗോഡ്. ഹല്ലേലൂയ. മെയ്ഡ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ പിതാവായ ദൈവം ക്രിസ്തുയേശു മൂലമാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സകലതും ഉണ്ടാക്കിയിരിക്കുന്നത്. യേശു കൂടാതെ ദൈവത്തിനൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പറ്റത്തുമില്ല, ചെയ്യത്തുമില്ല. ഹല്ലേലൂയ. അതാണ് ഉൽപ്പത്തി പുസ്തകം 1 പറയുന്നത്, അവൻ വചനം അയച്ച് സകലതും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വചനം യേശു. എന്ന് പറഞ്ഞാൽ യേശുവിനെ അയച്ച് നമ്മൾ കാണുന്ന സകലതും ഉണ്ടാക്കി. ഹല്ലേലൂയ. ഇന്ന് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന, ക്രിസ്തുവിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന സകലതിനും പൂർണ്ണതയുണ്ട്. വചനം അവിടെ പറയുന്നു, 1:16 കൊളോസ്യർ പറയുന്നു, നമുക്ക് കാണുന്നതും കാണാൻ പറ്റാത്തതും വാഴ്ചകളും അധികാരങ്ങളും രാജ്യങ്ങളും ഹല്ലേലൂയ ഭരണങ്ങളും സകലതും ഹല്ലേലൂയ ദൈവം യേശുവിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നെങ്കിൽ സകല വാഴ്ചകളും സകല അധികാരങ്ങളും സകല ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും താഴ്ചകളും കുന്നുകളും സകലതും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സകലതും യേശുവിൻ്റെ മുമ്പിൽ അടിയറവ് വെച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഏത് മേഖലയും യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടങ്ങുക തന്നെ ചെയ്യും. സ്തോത്രം. വചനം അവിടെ പറയുന്നു, ദൈവം സകലതും ഹല്ലേലൂയ ആകാശത്തും ഭൂമിയിലും കാണുന്നതും കാണാത്തതും വാഴ്ചകളും അധികാരങ്ങളും സകലതിനെയും ഹല്ലേലൂയ യേശുവിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, സകല ഇരുട്ടിൻ്റെ ശക്തികളും സകല അന്ധകാര ശക്തികളും ഹല്ലേലൂയ നിങ്ങളെ ഉപദ്രവിക്കുന്ന സകല പ്രശ്നങ്ങളും നിങ്ങളെ ഞെരുക്കുന്ന സകല വിഷയങ്ങളും സകലതും എല്ലാം ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഉയർച്ചകളും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം യേശുവിനകത്തുണ്ട്. ഇന്ന് വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ അതെല്ലാം തലപൊക്കും. സ്തോത്രം. വേണ്ടാത്തത് തല താക്കും, വേണ്ടത് തലപൊക്കും. ഇന്ന് ഹല്ലേലൂയ ഇന്ന് വാക്യം ഒന്ന് വായിക്കാം. കൊളോസ്യരുടെ ലേഖനം 1:16 സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നൊരു കസേരയുമില്ല ഈ ലോകത്ത്, ഇന്നൊരു കസേരയുമില്ല യേശു അറിയാതെ പൊങ്ങി വന്നിരിക്കുന്ന കസേര. ഹല്ലേലൂയ. ഇന്ന് രാജ്യങ്ങൾ ഭരിക്കുന്നത് ഇന്ന് എവിടെയാണോ, ഇന്ന് എവിടെയെങ്കിലും അധികാരത്തിൽ ഒരാളിരിപ്പുണ്ടെങ്കിൽ ആ അധികാര സ്ഥാനം വന്നിരിക്കുന്നത് യേശു അറിയാതെ വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് ജീവിതങ്ങൾക്കകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും അധികാരം പറഞ്ഞ് എന്തെങ്കിലും ശക്തികൾ അധികാരം പറഞ്ഞു നിൽപ്പുണ്ടോ, യേശു അറിയാതെ അത് തലപൊക്കത്തില്ല. യേശുവിന് കീഴ്പ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് രോഗശക്തികൾ യേശുവിന് കീഴ്പ്പെട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്നെല്ലാ വാഴ്ചകളും സിംഹാസനങ്ങളും അധികാരങ്ങളും നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ സകല
സകലതും ഇന്ന് വിളിച്ചു പറയണം, യേശുവിന് കീഴ്പ്പെട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, അത് സകലതും യേശുവിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഹെബ്രായരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ് അത് പറഞ്ഞത്. ഹെബ്രായർ 1:2 കൊളോസിയർ 1:16 ചേർത്ത് ചിന്തിച്ചത്. ഹല്ലേലൂയ. വചനം അവിടെ പറയുന്നു, സ്തോത്രം, ദൈവം സകലതും തൻ്റെ പുത്രനിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്ത് കാണുന്ന സകലതും കാണാത്ത സകലതും യേശുവിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം എന്തിനെങ്കിലും ഭയക്കണോ? യേശുവിനെ സേവിക്കുന്ന നമ്മൾ എന്തിനെങ്കിലും ഭയക്കണോ? ഒന്നിനെയും ഭയക്കണ്ട എന്ന് പറയണം. യേശുവിൻ്റെ കയ്യിൽ എല്ലാത്തിനും അധികാരമുണ്ട്. ഞാൻ അതുകൊണ്ട് ഒന്നിനെയും ഭയക്കത്തില്ല. അല്ലേ, യേശുവിലൂടെയാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. യേശുവിന് എല്ലാത്തിൻ്റെയും മേൽ അധികാരമുണ്ടെങ്കിൽ നമ്മൾ യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ, നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ യേശുവിൻ്റെ ശക്തിയോടെ നമ്മൾ നിൽക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് കീഴ്പ്പെടുത്തില്ലേ? ഹല്ലേലൂയ. സകലതും നമ്മളുടെ മുമ്പിൽ കീഴ്പ്പെടും. യേശുവിൻ്റെ നാമം കൊണ്ട് നിൽക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഈ വാഴ്ചകളും അധികാരങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം കീഴ്പ്പെട്ടേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ മുമ്പിൽ യേശുവിൻ്റെ നാമത്തിൽ സകലതും കീഴ്പ്പെടും. ഹല്ലേലൂയ. 3-ാം വാക്യം ഹെബ്രായർ 1:3. The sun radiates God's own glory and expresses the very character of, അത് മലയാളത്തിലൊന്ന് വായിക്കാം. 3-ാം വാക്യം. അവൻ ദൈവദേശത്തിന്റെ പ്രഭയും തേജസ്സിന്റെ പ്രഭയും സത്തയുടെ സാക്ഷാൽ പ്രതിരൂപവും എന്നുവെച്ചാൽ പിതാവായ ദൈവത്തിന്റെ രൂപവും. അപ്പം എനിക്ക് പിതാവിനെ അറിയണം എന്നുണ്ടെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീടുകളിൽ മക്കളെ നോക്കിയാൽ അറിയാം അപ്പനും അമ്മയും എങ്ങനത്തെയാണെന്നല്ലേ. മക്കളെ നോക്കിയാൽ ഒറ്റയടിക്ക്, ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ വളരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നത്, മക്കളെ നോക്കിയാൽ അറിയാം അപ്പനും അമ്മയും എങ്ങനത്തെയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് മക്കളൊക്കെ ഭയങ്കര ഒരുപാട് ഇൻഫ്ലുവൻസിലാണ്. ഇന്ന് കുഞ്ഞുങ്ങളുടെ നേരെ എന്തുമാത്രം ഇൻഫ്ലുവൻസസാണ് വരുന്നത്. പക്ഷേ നമ്മളൊക്കെ നല്ല മാതാപിതാക്കളാകാൻ ശ്രമിക്കുന്നു അല്ലേ, കർത്താവിൻ്റെ സഹായത്തോടെ. അപ്പം മക്കളെ നോക്കിയാൽ അറിയാം അപ്പനും അമ്മയും എങ്ങനെയാണെന്ന്. വചനം അത് തന്നെയാണ്. വചനം പറയുന്നത് ക്രിസ്തുവിനെ നോക്കിയാൽ പിതാവിനെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അകത്ത് പിതാവിൻ്റെ സകല സ്വഭാവമുണ്ട്. ഇന്ന് ക്രിസ്തു ഭൂമിയിൽ വന്നത് പിതാവ് എങ്ങനത്തേന്ന് നമ്മളെ പരിചയപ്പെടുത്താനാ. എന്ന് പറഞ്ഞാൽ പിതാവ് നല്ലവനും വിശ്വസ്തനും കൊള്ളാവുന്നവനും ക്ഷമാശീലനും മനസ്സലിവും ഉള്ള ഒരു നല്ല പിതാവാണെന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാ യേശു കർത്താവ് വന്നത്. അല്ല, വചനം അവിടെ പറയുന്നു, പുത്രനോ ദൈവത്തിൻ്റെ സകല തേജസ്സും വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സകല സ്വഭാവം, സത്ത എന്ന് പറയുന്ന പിതാവിൻ്റെ സകല സ്വഭാവവും വെളിപ്പെടുത്തുന്നു. എന്നിട്ട് ബാക്കി വായിച്ച തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. ആമേൻ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിനകത്തെ സ്വസ്ഥതയെ അവിടെ നിലനിർത്താൻ സാധിക്കും. തകർച്ചകളെ മാറ്റാൻ സാധിക്കും. ഒരു സിമ്പിൾ ഒരു വാക്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കുറിച്ച് ഒരു ഭയമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആരെങ്കിലും എനിക്കെതിരായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എനിക്കെതിരായി ജോലി സ്ഥലത്ത് എന്തെങ്കിലും പറയുന്നു, വീട്ടിലെന്തെങ്കിലും പറയുന്നു എന്നൊക്കെ ഭാരമുണ്ടെങ്കിൽ വചനം ഇങ്ങനെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, നിനക്കെതിരായി ഒരു ആയുധവും ഫലിക്കത്തില്ല. എന്നിട്ട് അതിൻ്റെ താഴോട്ട് ഇങ്ങനെ വചനം പറയുന്നു, ആയുധം ഉണ്ടാക്കിയവനെയും ദൈവത്തിനറിയാം, ആയുധത്തിനെയും ദൈവത്തിനറിയാം. ഓ ഹല്ലേലൂയ. ഇതെത്ര ധൈര്യം പകരും അല്ലേ. എന്ന് പറഞ്ഞാൽ എനിക്കെതിരായി ആരുടെയും ഒരു ഗൂഢാലോചന പ്രവർത്തിക്കത്തില്ല, എനിക്കെതിരായി ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്കെതിരായി ആർക്കും ഒരു പ്ലാൻ എടുക്കാൻ പറ്റത്തില്ല, എനിക്കെതിരായി ഒരു കൂടോത്രം പ്രവർത്തിക്കത്തില്ല, മന്ത്രവാദം പ്രവർത്തിക്കത്തില്ല, വാക്കുകൾ പ്രവർത്തിക്കത്തില്ല, എനിക്കെതിരായി ഒരു ആയുധവും ഫലിക്കത്തില്ല. കണ്ടോ ഈ വചനം നമ്മൾ പറഞ്ഞു വിടുന്തോറും, നമ്മുടെ സാഹചര്യത്തിനകത്ത് ഈ വചനം പറഞ്ഞു വിടുന്തോറും എന്താ സംഭവിക്കുന്നത്? ഈ വചനം
വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. എന്താണ്? എനിക്കെതിരായി ഒരു ആയുധവും ഫലിക്കത്തില്ല, ആയുധം ഉണ്ടാക്കിയവനെയും ആയുധത്തിനെയും എൻ്റെ കർത്താവിനറിയാം. ഇത് നമ്മൾ പറഞ്ഞു വിടുന്തോറും ഈ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഇത് നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്കെതിരായി ഒരാൾ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ പോലും ആ വാക്കിനെ നിർവീര്യമാക്കി കളയാൻ എൻ്റെ കർത്താവിന് ശക്തിയുണ്ട്. ഉണ്ടോ? എന്നുവെച്ചാൽ വചനം അവിടെ പറയുന്നു, ഹെബ്രായരുടെ 1:3 പറയുന്നു, അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അവൻ എല്ലാത്തിനെയും നിലനിർത്തുന്നു. സ്തോത്രം. അടുത്ത ഒരു വാക്യം പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്യമാണ്, ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിലൂടെ എനിക്കെല്ലാം ചെയ്തു തരും. ഹല്ലേലൂയ. ഈ വാക്യത്തിന് ഭയങ്കര ശക്തിയാണ്. എനിക്ക് എന്താവശ്യമുണ്ടോ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് എൻ്റെ ആവശ്യത്തിനെ നികത്തി തരാൻ സാധിക്കും. അപ്പം നമ്മൾ എത്രത്തോളം വചനം പറഞ്ഞു വിടുന്നോ ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിനെ നിലനിർത്താൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിന് ഉറപ്പ് തരാൻ സാധിക്കും. ഉണ്ടാകട്ടെ എന്ന് പിതാവായ ദൈവം പറഞ്ഞപ്പോൾ അവിടെ ആ വചനം അയച്ച് യേശു ക്രിസ്തുവിനെ അയച്ചത്. അപ്പം യേശു ക്രിസ്തുവിലൂടെ സകലതും ഉണ്ടായി. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിനകത്തും സകലതും നിലനിർത്തുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്, കർത്താവ് തന്ന വചനത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് വചനത്തിന് പോയി ക്രിയ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ സാഹചര്യത്തിനകത്തേക്ക് നമ്മൾ വചനം അയക്കുമ്പോൾ നമ്മൾ യേശുവിനെ അവിടെ അയക്കുന്നത്. യേശുവിനെ അവിടെ അയക്കുമ്പോൾ, വചനം അവിടെ അയക്കുമ്പോൾ, പാറയെ തകർക്കുന്ന വചനം, തീ പോലത്തെ വചനം, ഹല്ലേലൂയ, ജീവൻ കൊണ്ടിരുന്ന വചനത്തിന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് ഏത് ജീവിത സാഹചര്യത്തിനകത്താണോ ഇരിക്കുന്നത്, അതിനുവേണ്ടി കർത്താവിൻ്റെ ഒരു വചനം തപ്പിയെടുത്തിട്ട്, എൻ്റെ ഹൃദയത്തിനോട് ഇടപെടുന്ന ഏത് വചനമാണോ ആ വചനം തപ്പിയെടുത്തിട്ട് ആ വചനത്തിനെ ആ സാഹചര്യത്തിനകത്തേക്ക് അയക്കണം. കർത്താവിൻ്റെ വചനത്തിന് നിലനിർത്താൻ പറ്റും, തകർക്കാൻ പറ്റും, വഴി തുറക്കാൻ പറ്റും, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ പറ്റും, ജീവനില്ലാത്തതിനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ശൂന്യതയെ നിറയ്ക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ സാധിക്കും ദൈവത്തിൻ്റെ വചനത്തിന്. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ നമ്മൾ അയച്ചു വിടുന്നത് ദൈവവചനമാണെങ്കിലും അത് യേശുവിനെയാണ്. യേശു പോകുന്നിടത്ത് അത്ഭുതമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. യേശു പോകുന്നിടത്ത് ശൂന്യതകളെ നിറയ്ക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുക, യേശു കർത്താവോ പിതാവിൻ്റെ സകല സ്വഭാവത്തെയും പിതാവിൻ്റെ തേജസ്സിനെയും ഹല്യ സകലത്തിനെയും താൻ നിലനിർത്തുന്നു. ഹല്യ. ഇന്ന് നമ്മുടെ കയ്യിൽ ആയുധമായി വചനം തന്നിട്ടുണ്ട്, ജീവനായി വചനം തന്നിട്ടുണ്ട്, പിതാവിൻ്റെ സ്വഭാവത്തിനെ വെളിപ്പെടുത്തുന്ന നല്ല വചനം തന്നിട്ടുണ്ട്. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ഈ വചനം എടുത്തുപയോഗിക്കും. ഹല്ലിയ. ഞാൻ യേശുവിൻ്റെ നല്ല വചനം എടുത്തുപയോഗിക്കും. ഞാൻ ദൈവമഹത്വം എൻ്റെ ചുറ്റിനും കാണും, ദൈവത്തിൻ്റെ സ്വഭാവം എൻ്റെ ചുറ്റിനും കാണും. ഞാൻ ദൈവവചനം എത്രയധികം ഉപയോഗിക്കുന്നോ അത്രയധികം ദൈവമഹത്വം, ദൈവ സ്വഭാവം എൻ്റെ ചുറ്റിനും കാണും. എന്നിട്ട് അവിടെ ആ 3-ാം വാക്യം പറയുക, അവൻ നമ്മളെ ശുദ്ധീകരിച്ചിട്ട് നമ്മളുടെ പാപത്തിൽ നിന്ന് നമ്മളെ കഴുകിയിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സ്ഥാനമാനം പദവിയുടെ സ്ഥാനത്ത് അവൻ ഇരുന്നു. ഹല്ലിയ. ഇന്ന് വിശ്വസിക്കണം, അവൻ നമ്മളെ കഴുകി, നമ്മുടെ പാപങ്ങൾ പോക്കി, ഹല്ലിയ, സകലതും തീർത്തിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഞാൻ ഇന്നൊരു ഉറപ്പ് പറയട്ടെ, യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ, യേശുവിലൂടെ മാത്രമേ നമുക്ക് വിടുതലുള്ളൂ. യേശു നമ്മളെ വിടുവിച്ചിട്ട്, യേശു നമ്മുടെ പാപങ്ങൾ പോക്കിയിട്ട്, നമ്മുടെ ജീവിതത്തിന് വേണ്ട സകലതും ചെയ്ത് ഒരുക്കി വെച്ചിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഒരു യാത്രയ്ക്ക് പോകുന്ന ഒരു അമ്മ, ഒരു വീട്ടിലെ ഒരു അമ്മ യാത്രയ്ക്ക് എവിടെയെങ്കിലും പോകുവാന്ന് വെച്ചോ, ഒരു 4-5 ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് പോകുക. തൻ്റെ വീട്ടിൽ തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിലുണ്ട്. ഈ അമ്മ എന്ത് ചെയ്യും? ഈ അമ്മ വീടിനെ തോന്നിയ വിധത്തിലിട്ടേച്ചല്ല പോകുന്നത്. ആ അമ്മ
മടങ്ങി വരുന്നത് വരെയും ആ വീടിന് വേണ്ട സകലതും കരുതി വെച്ചിട്ട്, ഒരുപക്ഷെ ചില അമ്മമാരൊക്കെ എല്ലാം ഉണ്ടാക്കി ഫ്രീസറിനകത്തൊക്കെ എടുത്ത് വെച്ചിട്ട് പല പാത്രങ്ങൾക്കകത്ത് എടുത്ത് വെച്ചിട്ട്, എൻ്റെ മമ്മിക്ക് അങ്ങനത്തെ, എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോഴൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് അപ്പയും മമ്മി യാത്ര ചെയ്യുമ്പം എൻ്റെ മമ്മിയുടെ സ്ഥിരം സ്വഭാവമായിരുന്നു എല്ലാം ഉണ്ടാക്കി കുറേ പാത്രങ്ങൾക്കകത്തും സീലബിൾ പാക്കിനകത്തും ഒക്കെ എടുത്ത് ഫ്രീസറിനകത്തും ചിൽട്രേക്കകത്തും ഒക്കെ വെച്ചിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് പോവും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്ന ദിവസം ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം ഫ്രീസറിനകത്തുണ്ട്, ഞങ്ങൾക്കതെടുത്ത് ഒന്ന് മൈക്രോവേവിനകത്ത് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കിയോ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓ ഹല്ലേലൂയ. ഇനി ഇതൊന്ന് ആത്മീയത്തിൽ നോക്കണം. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു കർത്താവ് ചെന്നിരിക്കുന്നത് വെറുതെയല്ല, നമ്മളുടെ ജീവിതകാലത്തേക്ക് മൊത്തം യേശു കർത്താവ് ഇനിയും രണ്ടാമത് മടങ്ങി വരുന്നത് വരെയും ഉള്ള സകലതും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തിട്ടാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയിരിക്കുന്നത്. ഹല്ലിയ. നമ്മൾ വിശ്വസിക്കുന്ന ഓരോരുത്തരും, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നമുക്ക് തൻ്റെ വചനം തന്നിട്ടുണ്ട്. കൈ നീട്ടി ആ വചനം കയറി പിടിച്ചിട്ട് ആ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് സമയത്ത് എന്താണോ ആവശ്യം അന്നേരം ഈ വചനത്തിനെ ഒന്ന് അൺഫ്രീസ് ചെയ്ത് ഈ വചനം വായും കൊണ്ടൊന്ന് പറഞ്ഞു വിട്ട് ഈ വചനത്തിൻ്റെ ശക്തി ഒന്ന് നമ്മുടെ ചുറ്റിനും ഒന്ന് വ്യാപരിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ നന്മ വെളിപ്പെടുന്നത് കണ്ടാൽ മാത്രം മതി. ഹല്ലിയ. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുന്നത് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഹല്ലിയ. നമ്മളെ ഉപേക്ഷിച്ചിട്ടല്ല, നമുക്ക് വേണ്ടി സകലതും ചെയ്തുണ്ടാക്കി വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വാസത്തോടെ ആ വചനത്തിൻ്റെ പൊതി ഇങ്ങോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് തുറന്നിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഈ വചനം ക്രിയ ചെയ്യും, അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞിട്ട് വചനം എടുത്തിട്ട് അങ്ങോട്ട് തുറന്ന് റിലീസാക്കി വിട്ടാൽ മതി. ഈ വചനം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടതെല്ലാം കൂട്ടിക്കൊണ്ടുവരും. ഹല്ലേലൂയ. എനിക്ക് യേശു എൻ്റെ കർത്താവായതിനാൽ എനിക്കൊന്നിനും കുറവില്ല, അല്ലേ? ഇതൊന്ന് പറഞ്ഞുകൊണ്ട് നടന്നേ. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വചനമാ. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് പറഞ്ഞുകൊണ്ട് നടന്നേ. ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും നിറവുണ്ടാകും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞുകൊണ്ട് നടന്നേ. എൻ്റെ എതിരെ ഒരു ആയുധവും ഫലിക്കത്തില്ല. ഞാൻ പറയട്ടെ, ജീവിതകാലം മൊത്തം ഒരു ശത്രുവും എഴുന്നേൽക്കത്തില്ല. ഹല്ലേലൂയ. ശത്രു എഴുന്നേറ്റാൽ അതിനെ തകർക്കാനുള്ള ശക്തി കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഒന്നിനും വിചാരപ്പെടേണ്ട. കർത്താവ് എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നെല്ലാത്തിനേക്കാളും മേലായവനാ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. ഇന്നെല്ലാ നാമത്തിലും ഉയർന്നു നിൽക്കുന്ന നാമമാണ് യേശുവെന്ന നാമം. യേശുവെന്ന നാമത്തിനകത്ത് സകല വിടുതലുമുണ്ട്. പിതാവിൻ്റെ സകല സമ്പൂർണതയുണ്ട്. നമുക്ക് വേണ്ട സകലത്തിൻ്റെയും മറുപടിയും യേശുവിൻ്റെ കയ്യിലുണ്ട്. ഇന്ന് നമ്മൾ എത്രത്തോളം കൈ നീട്ടി ഹല്ലിയ ആ വചനത്തിനെ കയറിയെടുക്കാമോ? എത്രത്തോളം നമ്മുടെ ഹൃദയം തുറന്ന് വചനത്തിനെ നമ്മൾ ഉൾക്കൊള്ളാമോ? എത്രത്തോളം നമ്മുടെ വാ തുറന്ന് കർത്താവിൻ്റെ പ്രത്യാശയുള്ള വചനത്തിനെ നമ്മൾ പറയാമോ? നമ്മുടെ ജീവിതത്തിനകത്ത് അത്രത്തോളം അനുഗ്രഹം വെളിപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇനിയും വേറെ എങ്ങും പോയാൽ രക്ഷയില്ല. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. കർത്താവ് ഈ നല്ല വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇന്നാരോ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എത്ര വചനം വായിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും തലയിലിരിക്കുന്നില്ല, ഒന്നും കയറുന്നില്ല. സ്തോത്രം. ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. യേശുവിൽ അതിൻ്റെ മറുപടിയുണ്ട്. ഒന്നും അറിയത്തില്ലെങ്കിലും ബൈബിള് തുറന്നിട്ട് യേശുവേ യേശുവേ എന്ന് 100 തവണ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണം. എന്നിട്ട് ഒരു വചനത്തിന് അടുത്തുനിന്ന് നിന്നിട്ട് ആ വചനം ഒന്ന് ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിനകത്തൊന്ന് എഴുതി വെച്ച് അതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് അതൊന്ന് ചിന്തിച്ച് ഹല്ലേലൂയ. ഒരു ദിവസമല്ല, ഒരു മിനിറ്റ് അല്ല, ഒരു മണിക്കൂറല്ല, ആ വചനം നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന ഒറ്റ വചനം എടുത്തിട്ട് 3 ദിവസം 4 ദിവസം ഒരാഴ്ച ഒരു മാസം വേണമെങ്കിലും ഇരുന്നു കർത്താവ് ഉള്ളിനെ തുറക്കും. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ഭാരം വന്നേ ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. താക്കോല് വചനം നിങ്ങളുടെ ഉള്ളറകളെ തുറക്കും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇന്ന് വിശ്വസിക്കണം, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും യേശുവിനകത്തുണ്ട്. എനിക്ക് വേണ്ട സകല വിടുതലും സകല മറുപടി
മറുപടിയും യേശുവിനകത്തുണ്ട്. യേശുവിനകത്ത് എല്ലാ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും എതിരെ ഹല്ലേലൂയ യേശുവിനകത്ത് ഉത്തരമുണ്ട്. ഹല്ലേലൂയ കർത്താവിനകത്ത് എല്ലാമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.